എല്ലാവർക്കും നുണക്കഥയിലേക്ക് സ്വാഗതം. എന്നാ പോവല്ലേ? വാ പോവാം. ഇന്ന് ഞാൻ പോകുന്നത് ഒരു മൃഗശാലയിലേക്കാണ്. അവിടെ ധാരാളം പക്ഷികളും മൃഗങ്ങളും കമ്പിവേലിക്കിപ്പുറം തങ്ങളെ കാണാൻ വരുന്ന അതിഥികളെ വരവേൽക്കാൻ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ ഒരു കൂട്ടിൽ 4 സിംഹങ്ങൾ വിശ്രമിക്കുന്നുണ്ട്. അവർക്ക് നടുവിലായി ഒരു ഗോണി സ്ഥാപിച്ചിട്ടുണ്ട്. കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഭക്ഷണങ്ങൾ കൈക്കലാക്കാൻ അവർ 4 പേരും പരസ്പരം ആക്രമിക്കുന്നതിനാൽ അവർക്കുള്ള ആഹാരം കൊടുക്കുന്നതിന് ഒരു പ്രത്യേക രീതിയാണുള്ളത്. ഒരു വലിയ മാംസകഷ്ണം ഒരു കയറിൽ കെട്ടി ഇരുമ്പുകൂടിൻ്റെ മുകളിൽ കെട്ടി തൂക്കുമായിരുന്നു. ആരാണോ ആദ്യം ഗോണി കയറി മാംസകഷ്ണം എടുക്കുന്നത് അവർക്ക് ആഹാരം കഴിച്ച് തിരിച്ച് കൂട്ടിലേക്ക് ഇറങ്ങാവുന്നതാണ്. വിശപ്പുള്ളവർ ഓരോ സമയങ്ങളിലായി ഇങ്ങനെ മാംസം ആഹരിച്ചുകൊണ്ടേയിരുന്നു. തമ്മിൽ ആക്രമിക്കാതെ ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ കോവണിയുടെ പലകകൾ ക്രമേണ നശിച്ചുകൊണ്ടിരുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. സിംഹങ്ങൾ ഭക്ഷണം കഴിക്കാനായി കോവണി കയറുകയും തുടർന്ന് താഴെ കിടക്കുന്ന മറ്റു സിംഹങ്ങളുടെ മുകളിലേക്ക് വീഴുന്നതും പതിവ് കാഴ്ചയായി. ഇത് തുടർന്നപ്പോൾ കാര്യങ്ങൾ വഷളായി. ആര് കോണി കയറാൻ തുനിയുന്നുവോ മറ്റു സിംഹങ്ങൾ സംഘം ചേർന്ന് കയറാൻ ശ്രമിക്കുന്ന സിംഹത്തെ ആക്രമിക്കാൻ തുടങ്ങി. പതിയെ പതിയെ ഓരോ സിംഹങ്ങളായി ആഹാരം കിട്ടാതെ മരിക്കാൻ തുടങ്ങി. ഓരോ സിംഹങ്ങൾ മരിക്കുമ്പോഴും അതിനു പകരം മറ്റൊരു സിംഹത്തെ കൂട്ടിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിച്ചില്ല. മറ്റു സിംഹങ്ങൾക്കൊപ്പം പുതുതായി വരുന്ന സിംഹങ്ങളും ഇതേ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. കാലങ്ങൾ വീണ്ടും കുറേ കടന്നുപോയി. ബലമുള്ള കോണിപ്പലകകൾ കൂട്ടിൽ സ്ഥാപിച്ചു. പഴയ 4 സിംഹങ്ങൾക്ക് പകരം പുതിയ 4 സിംഹങ്ങൾ കൂട്ടിൽ വന്നു. പക്ഷേ ഇന്നും ഒരു സിംഹത്തിനു പോലും ആ മാംസകഷ്ണം എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ബാക്കിയുള്ള സിംഹങ്ങൾ കാര്യമറിയാതെ തൻ്റെ പൂർവികർ തനിക്കു കാട്ടിത്തന്ന അതേ വഴി പിന്തുടർന്നുകൊണ്ടേയിരുന്നു. താമസിയാതെ അവയും മരണമടഞ്ഞു. ഈ മൃഗശാലയും ഈ സിംഹങ്ങളും ഇവർ തുടർന്നു പോകുന്ന ഈ ആക്രമണങ്ങളും നമുക്ക് ഏറെ പരിചിതമല്ലേ? ഒരു നിമിഷം ഓർക്കുക. അറിവില്ലായ്മയിൽ നിന്നും ഉടലെടുക്കുന്ന വിശ്വാസങ്ങളും അനാചാരങ്ങളും തുടർന്നു പോരുന്നതിലൂടെ ഇനിയും ധാരാളം സിംഹങ്ങളെ നമുക്ക് നഷ്ടമാകും. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത തവണ പുതിയൊരു കഥയുമായി കാണാം.